INC റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അധികം ന്യൂസ് കാര്യങ്ങൾ മീഡിയാസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിനകത്ത് പ്ലേ ചെയ്യാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും. വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക, വ്യക്തമായി കാണാൻ ശ്രമിക്കുക. അഡ്മിഷൻ എടുക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. വീണ്ടും ഞാൻ പറയുന്നു, വ്യക്തമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനിയുള്ള സ്റ്റുഡൻസ് ഈ കാര്യത്തെപ്പറ്റി ബോധവാന്മാരായിരിക്കണം. നഴ്സിംഗ് കോഴ്സുകൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് സ്റ്റുഡൻസിന് അറിയില്ലാത്ത കാര്യങ്ങളാണ് INC KNC അഫിലിയേഷൻ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. സോ ഇനിയുള്ള ഒരു കുട്ടി പോലും ഈ കാര്യത്തെപ്പറ്റി അറിവില്ലാതിരിക്കാൻ പാടില്ല. സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കേരളത്തിൽ INC അംഗീകാരം കട്ട് ചെയ്തിട്ടുള്ള 24 കോളേജസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പത്തനംതിട്ട. ആ ഒരു പർട്ടിക്കുലർ കോളേജിലെ സ്റ്റുഡൻസിന് പറയാനുള്ള കാര്യമാണ് ഇവിടെ ഞാൻ പ്ലേ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കേട്ടു നോക്കുക. 60 കുട്ടികളാണ് ഈ ബാച്ചിലുള്ളത്. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴാണ് മനസ്സിലായി ഇതൊരു നഴ്സിംഗ് കോളേജിന്റെ സൗകര്യമാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാലോ. ഇവിടെ ഒരു കോളേജ് ഉണ്ടോ എന്ന് പോലും പലർക്കും അറിയത്തില്ല. ഞങ്ങൾ വളരെ പരിമിതമായ സൗകര്യത്തിലാണ് ഇത് പഠിച്ചത്. ഇതിലൊരു സർക്കുലർ വന്നപ്പോൾ പറഞ്ഞത് 8 സെമസ്റ്റർ വരെ റിസൾട്ട് വരാതെ എക്സാം എഴുതാന്ന്. അതിൽ എന്തിനായാണുള്ളത്? റിസൾട്ട് അറിയാതെ ഞങ്ങൾ വെറുതെ എക്സാം എഴുതിക്കൊണ്ടിരിക്കണം. അവിടുത്തെ സ്റ്റുഡൻസിന്റെ ഒരു അവസ്ഥ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അവരുടെ മാർക്ക് വിത്തൗട്ട് ചെയ്തിരിക്കുന്നു. അവരുടെ കോളേജ് തന്നെ ഒരു ചെറിയൊരു ട്യൂഷൻ ക്ലാസ് പോലത്തെ ഒരു കോളേജാണ്. അതുപോലെ ക്ലാസ് ടോയ്ലറ്റ് ഇല്ല, 2 ടോയ്ലറ്റ് ഉള്ളൂ, 60 സ്റ്റുഡൻസ് ഉണ്ട്. ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ല, പോസ്റ്റിങ്ങിന് പോകാൻ ബുദ്ധിമുട്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം. സോ INC റൂൾ പ്രകാരം ഒരു നഴ്സിംഗ് കോളേജിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ ആവശ്യമാണ് എന്നൊരു അവർക്ക് നല്ലൊരു ലിസ്റ്റ് ഉണ്ട്. അവർക്ക് ഇത്രയും കാര്യങ്ങൾ അവർ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ ആ അഫിലിയേഷൻ കട്ട് ചെയ്യും. സോ ഇത് വളരെയധികം സർപ്രൈസ്ഡ് ആയി പോയത് കേരളത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്, അതും ഗവൺമെന്റ് കോളേജിലാണ്. കാര്യം ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ആസ് സൂൺ ആസ് പോസിബിൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവർ തന്നെ ചെയ്യേണ്ടതാണ്. സോ ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കോളേജസ്, കർണാടക, ആന്ധ്ര അങ്ങനെ ഉള്ള പ്രൈവറ്റ് കോളേജസിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഇല്ല, INC അഫിലിയേഷൻ ഇല്ല ചെയ്ത് കഴിഞ്ഞാൽ, ഹു വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? നിങ്ങൾ തന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടി വരും പ്രൈവറ്റ് ആകുമ്പോൾ. ഇൻ കേസ് ഓഫ് കർണാടക, അവിടെ ഒരുപാട് കോളേജസ് ഉണ്ട് ഇങ്ങനെ. ഇതിപ്പോ കേരളത്തിലാണ്, അപ്പൊ പിന്നെ കർണാടകയുടെ കാര്യം നമുക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവിടെ ഉണ്ട് ഇഷ്ടംപോലെ കോളേജസ് ഇങ്ങനെ അഫിലിയേഷൻ ഇല്ലാണ്ട് റൺ ചെയ്യുന്നത്. അതാണ് ഞാൻ ആദ്യം തൊട്ട് പറയുന്നത്. INC ലിസ്റ്റ് നോക്കുക, അഫിലിയേഷൻ നോക്കുക. കേരള യൂണിവേഴ്സിറ്റി, കേരളത്തിലാണെങ്കിൽ അവരുടെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പോഴും സ്റ്റുഡൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏജൻസി പറഞ്ഞു ഞങ്ങൾക്കത് കുഴപ്പമില്ല, അത് വന്നോളും, ലിസ്റ്റിൽ ആഡ് ആയിക്കോളും. കോളേജ് പറഞ്ഞു അത് ലിസ്റ്റിൽ ആഡ് ആയിക്കോളും. ഞാൻ വ്യക്തമായ ഒരു കാര്യം പറയാം, നമുക്കിത് ചെക്ക് ചെയ്യാനുള്ള സോഴ്സ് നമുക്കുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ ആളുകൾ പറയുന്നത് കേൾക്കണം? ഒരു ഏജൻസി പറഞ്ഞെന്നും പറഞ്ഞാൽ എത്രത്തോളം ട്രസ്റ്റബിൾ ആണ്? ഒരു കോളേജ് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എത്രത്തോളം ട്രസ്റ്റബിൾ ആണ്? നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം INCയുടെ സൈറ്റും KNCയുടെ സൈറ്റും എല്ലാം നമ്മുടെ ഗൂഗിളിൽ വ്യക്തമായിട്ട് അവൈലബിൾ ആണ്. വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ അതൊന്ന് കയറി അതിന്റെ INCയുടെ ചെക്ക് ചെയ്യുന്ന വീഡിയോ എന്റെ കയ്യിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കയറി ചെക്ക് ചെയ്യുക. നിങ്ങളുടെ കോളേജ്, അങ്ങനെയുള്ള കോളേജ് നിങ്ങൾ ചൂസ് ചെയ്തോ. നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്തിട്ട് ലൊക്കേഷൻ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. എന്നിട്ട് ഏജൻസിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ പറയും അത് വേണ്ട, വേറെ കോളേജ്. നിങ്ങൾക്കൊരു ബോധ്യം വേണം, നിങ്ങൾ ഏത് കോഴ്സിനാണ് ചേരുന്നത്, ഏത് ലൊക്കേഷനിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് സ്റ്റേറ്റിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ബോധ്യം വേണം. അപ്പൊ ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളോട് ഞാൻ പറയാം, ഇത് വ്യക്തമായി ഞാൻ ഒന്നും കൂടി വീണ്ടും പറയാം, ഇത് നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്യുക. നേഴ്സിംഗ് 4 വർഷം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. എനിക്ക് നന്നായിട്ട് അറിയാം, ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. അപ്പൊ നിങ്ങൾ ഇത് വ്യക്തമായി അന്വേഷിക്കുക. ഇനിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും അത് സ്വയം ചെക്ക് ചെയ്ത് ഗൂഗിളിൽ ചെക്ക് ചെയ്യാൻ അറിഞ്ഞിരുന്നേ പറ്റൂ. സോ മാക്സിമം ഷെയർ ചെയ്യുക. ഇനിയും ഈ വർഷം അടുത്ത വർഷമൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് വരും. സോ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അവരുടെ അടുത്ത് എത്തിക്കുക. നമുക്ക് ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥകൾ വരാതിരിക്കട്ടെ.